മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെക്കുമെന്ന് പ്രഖ്യാപിച്ച അരവിന്ദ് കെജ്രിവാൾ 2 ദിവസത്തിനുള്ളിൽ രാജിവെക്കാനാണ് തീരുമാനം. വീണ്ടും മുഖ്യമന്ത്രിയാകണോ എന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് അദ്ദേഹം പ്രതികരിച്ചു. അതേസമയം രാജി പ്രഖ്യാപനത്തിൽ വിമർശനവുമായി ബിജെപിയും കോൺഗ്രസും രംഗത്തെത്തി. कि जब तक ये मैं कोर्ट से बरी होके ना आ जाऊं तब तक मैं सीएम की कुर्सी पे नहीं बैठूंगा। उन्होंने कहा जी ये 10 साल चलेगा केस, कोई कह रहा है 15 साल चलेगा केस, कोई कह रहा है 20 साल चलेगा केस। 2 दिन के बाद, आज से 2 दिन के बाद मैं सीएम की कुर्सी से इस्तीफा देने जा रहा हूं। मैं जनता के बीच में जाऊंगा, गली गली में जाऊंगा, घर घर में जाऊंगा, और जब तक जनता अपना फैसला ना सुना दे कि केजरीवाल ईमानदार है तब तक मैं सीएम की कुर्सी के ऊपर नहीं बैठूंगा. 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ മുഖ്യമന്ത്രി പദം രാജിവെക്കും. ജനങ്ങൾ അവരുടെ വിധി പ്രഖ്യാപിക്കും വരെ ഞാൻ ആ കസേരയിൽ ഇരിക്കില്ല. ഡൽഹിയിൽ തിരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമാണ് ബാക്കി. ജനങ്ങളുടെ കോടതിയിൽ നിന്നും എനിക്ക് നീതി ലഭിക്കുമെന്നാണ് വിശ്വാസം. മദ്യനയ അഴിമതി കേസിൽ ജാമ്യം ലഭിച്ച് ജയിൽ മോചിതനായതിനു പിന്നാലെ പാർട്ടി ഓഫീസിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ അപ്രതീക്ഷിത പ്രഖ്യാപനമുണ്ടായത്. ഇത്രനാളും രാജിവെക്കാതിരുന്നത് ഭരണഘടനയെ സംരക്ഷിക്കാനാണെന്നും വീടുകൾ കയറിയിറങ്ങി ജനങ്ങളുടെ അഭിപ്രായങ്ങൾ തേടുമെന്നും അരവിന്ദ് കെജ്രിവാൾ രാജിപ്രഖ്യാപനത്തോടൊപ്പം വിശദീകരിക്കുന്നു. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ഡൽഹിയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. അതിനു മുന്നേ മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ ഡൽഹിയിലും തിരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് ആം ആദ്മി പാർട്ടി ആവശ്യപ്പെടുന്നത്. 2 ദിവസത്തിനകം കെജ്രിവാൾ രാജിവെച്ചാൽ നവംബർ വരെയോ അടുത്ത തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരെയോ പുതിയ മുഖ്യമന്ത്രിയെ ആം ആദ്മി പാർട്ടിക്ക് കണ്ടെത്തേണ്ടി വരും. കെജ്രിവാൾ കഴിഞ്ഞാൽ നിലവിൽ പാർട്ടിയിൽ രണ്ടാമൻ മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ ആണ്. എന്നാൽ ജനകീയ വിധി വന്ന ശേഷമേ താനും സ്ഥാനം ഏറ്റെടുക്കുക എന്ന് മനീഷ് സിസോദിയയും വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം അരവിന്ദ് കെജ്രിവാളിന്റേത് നിർബന്ധിത രാജിയാണെന്നും ജാമ്യവ്യവസ്ഥയാണ് രാജിയിലേക്ക് എത്തിച്ചതെന്നുമാണ് ബിജെപിയുടെ വിമർശനം. രാജിപ്രഖ്യാപനം പ്രഹസനമാണെന്നും ധാർമ്മികതയുമായി ബന്ധിപ്പിക്കേണ്ടതില്ലെന്നും കോൺഗ്രസ് നേതൃത്വവും പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. തിരുവോണത്തിന് പൂ പറിക്കാനിറങ്ങിയ വയോധികയ്ക്ക്